ന്യൂനമർദ്ദത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ന്യൂനമർദ്ദത്തിൽ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. CPIM-ൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ കഴിഞ്ഞ ശേഷം അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അതിനുശേഷം ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് തലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ നടക്കുകയും അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ ശേഖരിച്ച് സംസ്ഥാന കമ്മിറ്റി വീണ്ടും ചർച്ച ചെയ്യുകയും അതേ തുടർന്ന് CPM നേതൃത്വം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ CPIM നേതൃത്വം നൽകുന്ന LDF-ന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയം സമ്മാനിച്ച ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, അതിൽ CPM നേതൃത്വം നടത്തിയിട്ടുള്ള വിശകലനങ്ങൾ, അതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. CPM-ൻ്റെ ഇപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശം, തങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നും കനത്ത പരാജയമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കണക്ക്, വോട്ടിംഗ് ഷെയറിൻ്റെ അങ്ങനെ പല സ്വഭാവത്തിലുള്ള കണക്കുകൾ കൊണ്ടുവന്ന് പരാജയം സംഭവിച്ചില്ല എന്ന നിലയിൽ സംസാരിക്കുകയാണ് CPM നേതൃത്വം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPM-നെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല, പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം എന്നൊരു പ്രയോഗം തന്നെ നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നു വന്നത്. ഇത്തവണ CPM നേതൃത്വം മാധ്യമങ്ങളോട് സംസാരിക്കവേ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പരാജയത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ വിശകലനങ്ങൾ നല്ലൊരു ശതമാനവും മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ചില കാര്യങ്ങളിൽ പൂർണ്ണമായി സമ്മതിക്കാൻ അവർ സന്നദ്ധമായിട്ടില്ല. ചില കാര്യങ്ങളിൽ പാതിബന്ധ വിശകലനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനം മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹം സമ്പൂർണ്ണമായി LDF-നെതിരായി വോട്ട് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് പൂർണ്ണമായി CPM നേതൃത്വം അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു അകൽച്ചയുണ്ടായി, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടായി എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ആലോചന CPM നേതൃത്വം നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഏതായാലും മാധ്യമങ്ങളോട് പരാജയത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ വിശകലനങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ സൂക്ഷ്മമായൊരു വിശകലനം അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ CPM-ൻ്റെ സൈബർ സ്പേസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ട് അവർ നമ്മൾക്ക് വോട്ട് ചെയ്തില്ല എന്ന അമ്പരപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. യുവന്മാർക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇവരിതെന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഹിന്ദുത്വ ശക്തികൾ BJP നിങ്ങൾക്കെതിരെ വരുമ്പോൾ നോക്കിക്കോ കേട്ടോ, ആരാണ് നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാവുക എന്ന് ഒരർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുന്ന, മുന്നറിയിപ്പ് നൽകുന്ന പ്രതികരണങ്ങളും LDF-മായി ബന്ധപ്പെട്ട CPM-മായി ബന്ധപ്പെട്ട സൈബർ സ്പേസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് CPM അണികളിലും നേതൃത്വത്തിലും അണികളിലും ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അമ്പരപ്പ് തന്നെയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു അമ്പരപ്പ് പൊതുവായിട്ട് തന്നെയുണ്ട്. അത് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സൈബർ സ്പേസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെ പ്രചാരകരായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എഴുത്തുകളിൽ നിന്ന് വരെ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ചെയ്തു, റോഡുകളുണ്ടാക്കി, പാലങ്ങളുണ്ടാക്കി, ഹൈവേ ഉണ്ടാക്കി, ക്ഷേമ പെൻഷനുകൾ കൊടുത്തു, ഗ്യാസ് പൈപ്പ് ലൈൻ, ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവർ നമുക്കെതിരെ വോട്ട് ചെയ്തു എന്നൊരു അമ്പരപ്പ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേ അമ്പരപ്പിൻ്റെ ആഖ്യാനം മുസ്ലിം വോട്ടുകളുടെ കാര്യത്തിലും കാണാൻ സാധിക്കും. മുസ്ലിം പ്രശ്നങ്ങളിൽ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPM അവർക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടില്ലേ, എന്നിട്ടും എന്തേ അവരിങ്ങനെ ചെയ്തു എന്നുള്ള നിലക്കുള്ള ആധിയും അമ്പരപ്പും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അമ്പരപ്പ്, നമ്മൾ ഇത്രയും ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്ന അമ്പരപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു ധാരണക്കുറവ് അവിടെയുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാജാവും, ആ നല്ല കാര്യങ്ങൾ പ്രജകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന രാജാവ്, ആ രാജാവിനോട് വിധേയത്വം പ്രകടിപ്പിക്കുന്ന പ്രജകൾ, ഇതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കും, കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിന് വിധേയത്വം കാണിക്കുക,
ജനാധിപത്യം പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. ജനാധിപത്യത്തിൽ അന്തസ്സ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അന്തസ്സ് എന്ന് പറയുമ്പോൾ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും അന്തസ്സ് അതിനകത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും CPM-ൻ്റെ ശക്തിദുർഗങ്ങളിൽ പോലും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന തരത്തിൽ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ആലോചിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഞങ്ങളുടെ അന്തസ്സിന് മുറിവേറ്റിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന മനുഷ്യർ, ഞങ്ങളുടെ അന്തസ്സിന് മേൽ കാൽക്കയറ്റി വെക്കുന്നവരാണ് ഇവരുടെ നേതാക്കന്മാർ എന്ന് വിചാരിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ CPM LDF-ൻ്റെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളുടെ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പല സന്ദർഭങ്ങളിലുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന്, സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ വിഷയങ്ങളിലുണ്ടാവുന്ന പ്രതികരണങ്ങളോട് എങ്ങനെയാണ് ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും പ്രതികരിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ പ്രതികരണം അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ജനങ്ങളുടെ അന്തസ്സിനു മേലുള്ള കടന്നുകയറ്റത്തിൻ്റെയും അടയാളങ്ങളായി ജനങ്ങൾ സ്വീകരിച്ചു. അതിനോടുള്ള പ്രതികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് പൊതുവായിട്ടുള്ള ഒരു പ്രവണതയാണെങ്കിൽ ആ പ്രവണത ഏറ്റവും ആഴത്തിൽ, ഏറ്റവും സവിശേഷമായി പ്രവർത്തിച്ച ഒരു മേഖല എന്ന് പറയുന്നത്, ഒരു ജനസമൂഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അവർ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പെരുമാറി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം ആ ജനതയുടെ ആഗ്രഹാഭിലാഷങ്ങളോട് അല്ലെങ്കിൽ ആ ജനതയുടെ അന്തസ്സിനോട് എങ്ങനെയാണ് LDF നേതൃത്വവും CPM നേതൃത്വവും പെരുമാറിയത് എന്നുള്ളതാണ്. അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം ഒരു ജനത എന്നുള്ള നിലക്കുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ അന്തസ്സിനുമേലുള്ള കയ്യേറ്റം LDF സർക്കാരിൻ്റെയും CPM നേതൃത്വത്തിൻ്റെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കരിപ്പൂരിലെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അതിനെ മലപ്പുറം ജില്ലയുമായും വിധ്വംസക പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ദ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖമുണ്ട്. ആ അഭിമുഖം അദ്ദേഹം പിന്നീട് നിഷേധിക്കുന്നുണ്ടെങ്കിലും തൻ്റെ പേരിൽ താൻ പറയാത്ത കാര്യം അഭിമുഖമായി അടിച്ചു വന്നിട്ട് അതിലേതെങ്കിലും നിലക്ക് നടപടിയെടുക്കാൻ അദ്ദേഹം സന്നദ്ധമായില്ല. ഇങ്ങനെ തുടങ്ങി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് വിജയരാഘവൻ. അദ്ദേഹം കേരളത്തിൽ വിമാനമിറങ്ങുന്ന ദിവസങ്ങളിലെല്ലാം ഏതെങ്കിലും നിലക്കുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടാവും. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം പോലും മുസ്ലിം തീവ്രവാദത്തിൻ്റെ വിജയമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ വളരെ ജനകീയമായിട്ടുള്ള ഒരു വ്യായാമ കൂട്ടായ്മയാണ് MEC7 എന്ന് പറയുന്നത്. ഒരു CPM-ൻ്റെ നേതാവ് അതേക്കുറിച്ച് ഞാൻ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചു അത് മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഭാഗമാണെന്ന്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇളമരം കരീം. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ കരിയർ ഗൈഡൻസ് സംഘടനയായ സിജിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് തീവ്രവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പണിയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തീവ്രവാദം, ഭീകരവാദം, വിധ്വംസക പ്രവർത്തനം എന്നുള്ള ഫ്രെയിമിനകത്ത് വെച്ച് കാണുകയും വ്യാഖ്യാനിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പരിപാടി അത് CPM-ൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ നിരന്തരമായി നടത്തുകയായിരുന്നു. അതിലേറ്റവും മാരകമായ ഒരു സംഭവമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മൂർധന്യതയിലാണ് സമുന്നതനായിട്ടുള്ള CPM നേതാവ് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുകയും മാറാടുകൾ ആവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രസ്താവന നടത്തുന്നു. ഒരു പക്ഷേ ഒരു ഇടതുപക്ഷ നേതാവ്, ഒരു CPM നേതാവ് നടത്തിയിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള, ഏറ്റവും വർഗീയമായിട്ടുള്ള പ്രസ്താവനകളിൽ ഒന്നായിരിക്കും അത്. അപ്പോൾ ഇത് തുടരുക, ഇത് CPM-ൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് വരിക, മറുഭാഗത്ത് ഇത്തരം പ്രചാരണങ്ങൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പ്രയോഗം നടത്തിയിരുന്നു, ഹെയ്റ്റ് ട്യൂബേഴ്സ് എന്ന് പറയുന്ന. ഈ പിണറായി വിജയൻ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ വികസിച്ച ഒരു വ്യവസായ മേഖല എന്താണെന്ന് ചോദിച്ചാൽ ഹെയ്റ്റ് ട്യൂബിംഗ് ആണ്. മുസ്ലിം വിരുദ്ധ വെറുപ്പുൽപാദിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഹെയ്റ്റ് ട്യൂബേഴ്സ്, അവർ നിരന്തരമായിട്ടുള്ള വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. അവർക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുക. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു നേതാവ്,
ഒരു സമുദായ നേതാവ് ദിനം ദിനേ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരാളെ അത്തരം പ്രസ്താവനകൾക്കെതിരായ സമീപനം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ നിരന്തരം വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു സമിതിയുടെ, നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്നു. അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അത് ലീഗിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനയാണെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ഇതൊരർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ബുദ്ധിശക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടെ ഇതിനിരയായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനതയ്ക്ക് സാധ്യമല്ല എന്ന തെറ്റിദ്ധാരണയിലോ അല്ല അവരുടെ ബുദ്ധിശേഷിയെ, അവരുടെ വിവേചനശേഷിയെ പരിഹസിക്കുന്ന തരത്തിലോ ആണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ, പുറത്തുനിന്ന് വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭരണ സംവിധാനവും പാർട്ടിയും നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ, ഇത് വലിയ തോതിൽ തങ്ങളുടെ അന്തസ്സിന് മേലുള്ള കടന്നുകയറ്റമായി, കയ്യേറ്റമായി അവർ വിചാരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി CPM എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് എന്നാലോചിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യം, CPM അടിസ്ഥാനപരമായി മതേതര നിലപാടുള്ള, കർക്കശമായ മതേതര നിലപാടുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർ സ്വീകരിക്കുന്നത് എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞാൽ, അവർക്കെതിരെ വിദ്വേഷം പരത്തിയാൽ അപ്പുറത്തുനിന്നുള്ള വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ സാധിക്കും എന്നൊരു ചിന്ത അവരെ നയിച്ചു. ഇത് ഉത്തരേന്ത്യയിൽ BJP സംഘ് പരിവാർ പാറ്റി പലയിടങ്ങളിലും വിജയിപ്പിച്ചിട്ടുള്ളൊരു തന്ത്രമാണ്. നമുക്കറിയാം ഉത്തരേന്ത്യയിൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം അപരനെ നിർത്തിയിട്ട് ഇപ്പുറത്തു നിന്നുള്ള വോട്ട് സമാഹരിക്കുക എന്നൊരു രീതിയാണ്. അപ്പോൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും തീവ്രവാദത്തിൻ്റെ, രാഷ്ട്രവിരുദ്ധതയുടെ, വിധ്വംസക പ്രവർത്തനത്തിൻ്റെ ഫ്രെയിമിൽ മുസ്ലിങ്ങൾ പ്രണയിച്ചാൽ, മുസ്ലിങ്ങൾ പരീക്ഷയിൽ മാർക്ക് നേടിയാൽ, മുസ്ലിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ, മുസ്ലിങ്ങൾ വസ്തു വിൽപ്പന നടത്തിയാൽ, ഭൂമി കച്ചവടം നടത്തിയാൽ, മുസ്ലിങ്ങൾ പ്രസവിച്ചാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ജീവിതവുമായി ബന്ധപ്പെട്ട സാധാരണഗതിയിലുള്ള എല്ലാ വ്യവഹാരങ്ങളെയും തീവ്രവാദം എന്ന് പറയുന്ന ഒരു ഫ്രെയിമിനകത്തിട്ട് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ഇതൊരു അപകടം പിടിച്ച സമൂഹമാണ് എന്ന ഒരു ബോധം ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിൽ ഉണ്ടാക്കി അതിനെ വോട്ടാക്കി മാറ്റുക എന്ന തന്ത്രം, അത് തന്നെയാണ് CPM ഇവിടെ ശ്രമിച്ചു നോക്കിയത്. പക്ഷേ അത് വിജയിച്ചില്ല. അത് വിജയിക്കാത്തതിൻ്റെ കാരണം CPMൻ്റെ പ്രചാരണ സന്നാഹങ്ങളുടെ പരിമിതിയോ അതൊന്നുമല്ല. ഒന്നാമത് കേരളത്തിലെ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ CPM തെറ്റിദ്ധരിക്കുന്നത് പോലെ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞു പേടിപ്പിച്ചാൽ അവർ കൂട്ടത്തോടെ വന്ന് തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് CPM വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മുസ്ലിങ്ങളെന്ന് പറയുന്നത് അതൊരു അന്യഗ്രഹ സമൂഹമല്ല. നിരവധിയായിട്ടുള്ള സംഘടനകളിലൂടെ, സന്നദ്ധ ഗ്രൂപ്പുകളിലൂടെ, ചാരിറ്റി നെറ്റ്വർക്കുകളിലൂടെ, പല സ്വഭാവത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനസമൂഹങ്ങൾക്കിടയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണവർ. അവരെക്കുറിച്ച് CPM നേതൃത്വം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അതിനെയും മറികടക്കുന്ന അവരുടെ പ്രവർത്തനാനുഭവങ്ങളുടെ സ്പർശം ഇവിടെ എല്ലാ ജനസമൂഹങ്ങൾക്കുമിടയിലുണ്ട് എന്നുള്ള വസ്തുത CPM നേതൃത്വം മറന്നു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് പറഞ്ഞു പേടിപ്പിച്ചാൽ അപ്പുറത്ത് വോട്ട് മേടിച്ച് കളയാം, അപ്പുറത്തുള്ള വോട്ട് സമാഹരിച്ചു കളയാം എന്ന ചിന്ത, അത് ഒരു വല്ലാത്ത ദുർബലമായൊരു ചിന്തയായിരുന്നു. അത് പരാജയപ്പെട്ടു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാരകമായി പരാജയപ്പെട്ടു. പക്ഷെ അത് നേരത്തെ തന്നെ തിരിച്ചറിയാൻ CPMന് സാധിക്കേണ്ടതായിരുന്നു. നിലമ്പൂരിൽ, പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെയെല്ലാം ഈ തന്ത്രങ്ങൾ CPM സ്വീകരിക്കുന്നുണ്ട്. നിലമ്പൂരിൽ നമുക്കറിയാം M സ്വരാജിൻ്റെ വിജയത്തിന് വേണ്ടി അവിടെ പ്രയോഗിച്ചത് പെഹൽഗാം ആക്രമണത്തിൽ പങ്കാളിത്തമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ മത്സരിക്കുന്ന UDF, ഇതായിരുന്നു CPM പ്രചരിപ്പിച്ചത്. അതിൻ്റെ കോപ്പി തന്നെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്നത്. മാറാട് കലാപം, ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുകയും മാറാടുകൾ ആവർത്തിക്കുകയും ചെയ്യും. നിലമ്പൂരിൽ അതേ പാറ്റേണാണ് പിടിച്ചു നോക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിശക്തമായ ഇടതുപക്ഷ ജ്ഞാനമണ്ഡലം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരുടെ ഇടപെടലുകൾ, അവരുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ
ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ, അവരുടെ സാഹിത്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ബോധമണ്ഡലത്തെയും ചിന്താഘടനയെയും ഒക്കെ സ്വാധീനിക്കുന്നതിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന സംഗതികളായിരുന്നു. പക്ഷെ അതിൻ്റെ ഈ ആധികാരികതയുടെ വലിയൊരു ആവരണം എപ്പോഴും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു ആധികാരികതയുടെ ആനുകൂല്യം ഇടതുപക്ഷത്തിന് CPM നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നവർ തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണിത്. അതായത് തങ്ങളൊരു കാര്യം പറഞ്ഞാൽ, ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു സംഘടനയെക്കുറിച്ച്, ഒരു പ്രതിഭാസത്തെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് തങ്ങളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിന് പുറത്ത് ഇടതുപക്ഷ പ്രചാരണ സാമഗ്രികളും അവരുടെ സാംസ്കാരിക ബുദ്ധിജീവി വിഭാഗങ്ങളും അവരുടെ മാധ്യമ സന്നാഹങ്ങളുമൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ പിന്തുണക്കുന്ന തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന, അങ്ങനെ കരുതാവുന്ന കാലം കഴിഞ്ഞു. അതായത് ഇപ്പോൾ സാൽക്കി അപ്ലീനം ഒരു കാര്യം തീരുമാനിച്ചു, അത് ശരിയായിരിക്കും. അതല്ല, വിജയവാഡ കോൺഗ്രസ് ഒരു കാര്യം തെറ്റാണ് എന്ന് തീരുമാനിച്ചു, അത് തെറ്റായിരിക്കും എന്നൊക്കെ ജനങ്ങൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലമല്ല ഇത്. വിജ്ഞാനത്തിൻ്റെ വൈവിധ്യവൽക്കരണം കൂടെ നടക്കുന്ന കാലമാണ്. വിജ്ഞാനത്തിൻ്റെ വൈവിധ്യവൽക്കരണം മാത്രമല്ല, വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അവകാശികളുടെ വൈവിധ്യവൽക്കരണവും നടക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് മാത്രമല്ല അറിവ്, നിങ്ങൾ പറയുന്നത് മാത്രമല്ല സത്യം, നിങ്ങൾ പറയുന്നത് മാത്രമല്ല രാഷ്ട്രീയം. പല ആളുകളും രാഷ്ട്രീയം പറയുന്നുണ്ട്. അറിവിൻ്റെ അവകാശികളായി, അറിവിൻ്റെ സ്രോതസ്സിനുമേൽ അവകാശങ്ങളുള്ള, അറിവിനെ ഉപയോഗിക്കുന്ന മനുഷ്യർ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ മറ്റുള്ളവരുമുണ്ട് എന്ന് CPM നേതൃത്വം തിരിച്ചറിയേണ്ട ഘട്ടമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ട് CPM കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ആഖ്യാന പദ്ധതികൾ അത് പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാവും. ഒരു പക്ഷേ ഒരു സംഘടനയുടെ കാര്യത്തിലും CPIM ഇത്രയധികം സംസാരിച്ചിട്ടുണ്ടാവില്ല. നിരന്തരം ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈശാചികവൽക്കരണ പദ്ധതി അത് CPM മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ലളിതമായൊരു കാര്യം, ഇതേ ജമാഅത്തെ ഇസ്ലാമിയും CPM തമ്മിൽ വളരെ വിദൂരമല്ലാത്ത ഭൂതകാലത്ത് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമി CPMനെയാണ് പിന്തുണച്ചിരുന്നതെന്നും CPIM അധികാരത്തിലിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളുടെയും സമിതികളുടെയും ഒക്കെ ഭാഗമായിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷേ തങ്ങൾ മറച്ചു പിടിച്ചാൽ, തങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇല്ല എന്ന് ജനങ്ങളും മാധ്യമങ്ങളും എല്ലാം അങ്ങ് വിചാരിക്കും എന്ന പഴയ ആധികാരികതയെക്കുറിച്ചിട്ടുള്ള തങ്ങളുടെ വലിയ ആ ഒരു ബോധം, ആ ഒരു ആത്മവിശ്വാസം അതവരെ നയിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഇത് നിങ്ങൾ പറയുന്നത് ശരിയല്ല. നിങ്ങളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി നടത്തുന്ന പൈശാചികവൽക്കരണ പ്രക്രിയ, അത് നേരത്തെ പറഞ്ഞ ഇവിടെയുള്ള ഭൂരിപക്ഷ വോട്ടുകളെ സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി. അത് CPM നേതൃത്വം മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത്, മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ആന്തരികമായിട്ടുള്ള ചലന ബലതന്ത്രങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള അജ്ഞതയും ഇതിനകത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരം ആക്രമിക്കുന്നതിലൂടെ മറ്റ് മുസ്ലിം സംഘടനകളുടെ പിന്തുണ ലഭിക്കും എന്നൊരു തെറ്റിദ്ധാരണ CPM നേതൃത്വത്തിനുണ്ടായിരുന്നു. തെറ്റിദ്ധാരണയല്ല, എന്നൊരു പ്ലാൻ തന്നെ, അങ്ങനെ ഒരു പദ്ധതി തന്നെ CPM നേതൃത്വത്തിനുണ്ടായിരുന്നു. CPMലെ പുതുക്കക്കാരനായിട്ടുള്ള ഒരു വളാഞ്ചേരിക്കാരനാണ് ഈ തന്ത്രം CPMന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അതിനകത്ത് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ ഒരു സംഘടനയെ, മുസ്ലിം സംഘടനയെ ഒരു സംഘടനയെ CPMോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ആക്രമിക്കുമ്പം അവരെ കൂടിക്കൊടുക്കുക, അതിന് പിന്തുണ കൊടുക്കുക എന്ന് പറയുന്ന സമീപനം മറ്റു സംഘടനകൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. സംഘടനാ വൈരത്തിൻ്റെയും പരസ്പരമുള്ള കടുത്ത മാത്സര്യത്തിൻ്റെയും ഒക്കെ ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, അത്തരം സംഘടനാപരമായ മാത്സര്യങ്ങളും കുനിഷ്ടുകളുമൊക്കെ കൊണ്ടു നടക്കുന്നവരെ ഒരു സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായം കൈയൊഴിഞ്ഞിരിക്കുകയാണ്. വളരെ സമ്പൂർണമായി ഏതെങ്കിലും ഒരു സംഘടനയുടെ മാത്രം ഭാഗമായി നിൽക്കുന്നവരല്ല മുസ്ലിം ജനസാമാന്യം എന്ന് പറയുന്നത്. അവരെല്ലാ സംഘടനകളെയും ഭാഗമായി നിൽക്കുന്നവരാണ്. വളരെ കോറായിട്ടുള്ള കാഡറുകൾ എല്ലാ സംഘടനയ്ക്കും ഉണ്ടായിരിക്കും. പക്ഷേ മുസ്ലിം ജനസാമാന്യം എന്ന് പറയുന്നത് അവർ മക്കളെ സുന്നി മദ്രസയിൽ പഠിപ്പിക്കുന്നവരായിരിക്കും, മുജാഹിദ് പള്ളിയിൽ നമസ്കരിക്കുന്നവരായിരിക്കും,
ജമാഅത്തുകാരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നവരായിരിക്കും, MESൻ്റെ സ്ഥാപനങ്ങളിൽ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നവരായിരിക്കും. അവരിൽ മഹാഭൂരിപക്ഷവും മരിച്ചു കഴിഞ്ഞാൽ സുന്നികളുടെ പള്ളികളിൽ സുന്നികളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കുന്നവരായിരിക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ, പല അടരുകളിൽ, പല രീതിയിൽ തിരിച്ചും മറിച്ചുമൊക്കെ കയറി ഇറങ്ങുന്ന, ഓവർലാപ്പ് ചെയ്ത് കഴിയുന്നതാണ് ഈ മുസ്ലിം സംഘടന എന്ന് പറയുന്ന സംഗതി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനാരഹിതരായ മുസ്ലിങ്ങളാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു സംഘടനയെ ചൂണ്ടി മറ്റു സംഘടനയുടെ വോട്ടുകൾ സമാഹരിക്കാം എന്നത് വലിയ വിഡ്ഢിത്തമാണ്. ആ ഒരു ശ്രമം കൂടെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നടത്തി നോക്കിയത്. അതും കൂടെ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി CPIM നേതൃത്വം ഇത് വിശകലനം ചെയ്യേണ്ടതാണ്. ഇതിൽ CPMന് തന്നെ അതിൻ്റെ ചരിത്രത്തിൽ പഠിക്കാൻ പറ്റും. 2006 തെരഞ്ഞെടുപ്പ് CPMന് കേരളത്തിൽ, LDFന് കേരളത്തിൽ ഏറ്റവും വലിയ വിജയം നൽകിയ തെരഞ്ഞെടുപ്പുകൾ ഒന്നാണത്. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയും MT മുഹമ്മദ് ബഷീറും MK മുനീറും ഒക്കെ തോറ്റുപോയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുക, മുസ്ലിം സംഘടനകൾ ഏതാണ്ടെല്ലാം UDFനൊപ്പമായിരുന്നു. പ്രത്യക്ഷത്തിൽ LDFൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സംഘടന, ചെറിയ സംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലാണ് CPMന് ചരിത്രപരമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് അറിയാവുന്നൊരു വസ്തുതയാണ്. അപ്പോൾ സംഘടനയുടെ സോക്കോൾഡ് വലുപ്പച്ചെറുപ്പങ്ങളല്ല, മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് പ്രധാനം. സംസ്ഥാന രാഷ്ട്രീയമാകട്ടെ, ദേശീയ രാഷ്ട്രീയമാകട്ടെ, സാർവദേശീയ രാഷ്ട്രീയമാകട്ടെ, ഈ രാഷ്ട്രീയമെല്ലാം വിശകലനം ചെയ്യുകയും അതിനെ സൂക്ഷ്മമായി ഫോളോ ചെയ്യുകയും അതിൽ നിന്ന് ശരിയായൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്ന ഒരു വൈജ്ഞാനിക സമൂഹം കൂടെയാണ് മുസ്ലിം സമൂഹം എന്ന് CPM തിരിച്ചറിയണം. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയെ വിരട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന ഇക്കിളിപ്പെടുത്തിയതുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും എന്ന വിചാരത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കാൻ CPM നേതൃത്വത്തിന് സാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നമാണ്. കാരണം ഈ പഴയ കിളിച്ചുണ്ടൻ മാമ്പഴം ആ സിനിമയുടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാലം അല്ലെ, ഒരു ജനതയുണ്ടല്ലോ, ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു ഫ്രെയിമിൽ കൂടെ തന്നെയാണ് CPM മുസ്ലിം സമൂഹത്തെ നോക്കിക്കാണുന്നത്. എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പരിഷ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനത എന്നുള്ള നിലയിൽ, വഴിയിൽ സ്തംഭിച്ചു പോയ ഒരു ജനത എന്നുള്ള നിലയിൽ ആണ് അവർ മുസ്ലിം സമൂഹത്തെ കാണുന്നത്. ഈ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലെ കൊളോണിയലിസത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കാർ പറഞ്ഞിരുന്നൊരു സംഗതിയുണ്ട്. അത് അവർ ആ ജനതയെ പരിഷ്കരിക്കുക എന്നുള്ള ഒരു ഭാരിച്ച ദൗത്യം, വൈറ്റ് മാൻസ് ബേർഡൻ, അത് ഏറ്റെടുത്തവരാണ് ഞങ്ങളെന്നായിരുന്നു. അതേപോലെ മുസ്ലിം സമൂഹത്തെ പരിഷ്കരിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം, ഒരു ലെഫ്റ്റ് മാൻസ് ബേർഡൻ ഏറ്റെടുത്ത ആളുകളാണ് തങ്ങളെന്ന് ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നടക്കുന്നവരാണ് കേരളത്തിലെ CPM നേതൃത്വം, പ്രത്യേകിച്ച് അതിൻ്റെ സൈദ്ധാന്തിക നേതൃത്വം എന്ന് പറയുന്നത്. ഒരു CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസംഗിച്ചത് അറിയില്ലേ, എന്താണ്, മുസ്ലിം സ്ത്രീകളെ തട്ടം വേണ്ട എന്ന് പറയുന്നതിലേക്ക് മുസ്ലിം സ്ത്രീകളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് CPMൻ്റെ വിജയം എന്ന് പ്രസംഗിക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ തട്ടം എന്ന് പറയുന്നത് ഒരു മോശം വസ്ത്രമാണെന്നും സാരി എന്ന് പറയുന്നത് മഹത്തായ വസ്ത്രമാണെന്നൊക്കെയുള്ള ഒരു വിചാരഘടന കൊണ്ടു നടക്കുന്ന ആളുകൾ, സ്വന്തം വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമോ ശേഷിയോ ഒന്നുമില്ലാത്ത അപരിഷ്കൃത ജനതയാണ്, ഒരു മർദ്ദിത ജനതയാണ് മുസ്ലിം സ്ത്രീകളെന്നും അവരെ വിമോചിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഭാരവുമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിചാരഘടനയെ മുറിച്ച് കടക്കാതെ മുസ്ലിം സമൂഹവുമായിട്ട് സംവദിക്കാൻ CPMന് സാധിക്കില്ല. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് നമ്മൾ പറയുന്ന കാര്യം, 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഷാഫി എന്ന ചെറുപ്പക്കാരൻ, അപ്പുറത്തോ കാഫിറായ ശൈലജ ടീച്ചർ, ഇതാണല്ലോ സ്ക്രീൻഷോട്ട് എടുത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചത്. CPMൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൻ്റെ ദിവസം രാവിലെ ഇക്കാര്യത്തെക്കുറിച്ചാണ് KK ശൈലജ, CPMൻ്റെ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള നേതൃബിംബമായിട്ടുള്ള KK ശൈലജ പോളിംഗ് ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഇതേക്കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് ചോദിച്ചാൽ അതിൽ നിശ്ചയമായിട്ടും പ്രവർത്തിച്ചത് 2 ഘടകങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഇവന്മാർ ഇങ്ങനെയാണ് വോട്ടുകൾ സമാഹരിക്കുന്നത് എന്നൊരു സന്ദേശം അപ്പുറത്ത് ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിൽ കൊടുത്തിട്ട് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകം, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഒരു ദീനിയായ ചെറുപ്പക്കാരൻ, കാഫിറായ ശൈലജ ടീച്ചർ,
തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ പോലും മുസ്ലിങ്ങൾ ഇടപെടുന്നത് മതാത്മകമായിട്ടാണ്. അവർക്ക് മതാത്മകമായിട്ട് ഇടപെടാൻ പറ്റുകയുള്ളൂ എന്ന വിചാരഘടനയാണ് അവർ ഉള്ളാലെ പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു സ്ക്രീൻഷോട്ട് വളരെ എളുപ്പമുണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഇപ്പോൾ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ടായിരുന്നെങ്കിൽ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിലെത്തുമ്പോൾ കൗമിലക്കുട്ടിയാണ്. നോക്കൂ, പേരാമ്പ്രയിൽ മത്സരിക്കുന്നത് ആരാണ്? CPM-ൻ്റെ ഏറ്റവും സീനിയർ ലീഡറാണ്, LDF-ൻ്റെ കൺവീനറാണ് TP രാമകൃഷ്ണൻ. അവിടെ പ്രചാരണ കമ്മിറ്റിയുടെ ചുമതല ആർക്കാണ്? DYFIയുടെ സമുന്നതനായ നേതാവ് SK സജീഷ്. അവിടെയാണ് കൗമിലക്കുട്ടി അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. കൗമിലക്കുട്ടി അനൗൺസ്മെൻറ്റ് ഒരാൾ കയ്യിൽ മൈക്ക് കിട്ടിയപ്പോൾ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞതല്ല, ഒരു സ്റ്റുഡിയോ റെക്കോർഡായുള്ള ഒരു ഓഡിയോ ഫയലാണ്, അത് പ്ലേ ചെയ്തതാണ്. അത് അവരുടെ പ്രചാരണ സാമഗ്രിയായിരുന്നു. അപ്പം TP രാമകൃഷ്ണനും എന്ന് പറയുന്ന പഴയ തലമുറയിലെ CPM നേതാവും SK സജീഷ് എന്ന് പറയുന്ന പുതിയ തലമുറയിലെ നേതാവും പങ്കുവെക്കുന്നത് ഒരേ വിചാരഘടന തന്നെയാണ്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും നിലക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് സഞ്ചരിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാഫിർ സ്ക്രീൻഷോട്ടും കൗമിലെ കുട്ടിയും രണ്ട് സംഭവങ്ങളാണെങ്കിലും ഉള്ളടക്കത്തിലും വിചാരഘടനയിലും അത് ഒരേ കാര്യം തന്നെയാണ്, ഒരേ സംഗതി തന്നെയാണ്. അപ്പോൾ ഇത് എന്താണ് CPM മുസ്ലിങ്ങളെക്കുറിച്ച് CPM പങ്കുവെക്കുന്ന അവരുടെ വിചാര പദ്ധതി എന്താണ് എന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ആ വിചാര പദ്ധതിയുടെ പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം മുസ്ലിം ജനതയെക്കുറിച്ചിട്ടുള്ള CPM-ൻ്റെ വിചാര പദ്ധതിയുടെ പരാജയമാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ കാലവും ഇങ്ങനെ ആയിരിക്കുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. വലിയൊരു ബന്ധവിച്ഛേദം, ഡിസ്കണക്ട് മുസ്ലിം സമൂഹവും CPM തമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതെല്ലാ കാലത്തും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇത് UDF-ൻ്റെ എല്ലാ പദ്ധതികൾക്കും ഒരു ജനത എന്നുള്ള നിലക്ക് മുസ്ലിം ജനത നൽകിയിട്ടുള്ള കയ്യൊപ്പുമല്ല. ഇവിടെ LDF നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അരുതായ്മകൾക്കെതിരെ അവർ തങ്ങളുടെ അന്തസ്സിന് മേൽ നടത്തിയിട്ടുള്ള കടന്നുകയറ്റത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികാര വോട്ടിങ്ങാണ് എന്ന് വെച്ച് UDF-ൻ്റെ സമീപനങ്ങൾ, പദ്ധതികൾ അതിനെല്ലാം ഒരു ജനത എന്നുള്ള നിലക്ക് അവർ എൻഡോസ് ചെയ്യുന്നുള്ളതല്ല. മുസ്ലിം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ CPM മുന്നോട്ട് വെക്കുന്ന ഒരു ആശങ്കയുണ്ട്, എപ്പോഴും മുന്നോട്ട് വെക്കുന്നൊരു ആശങ്ക. അതായത് മുസ്ലിം പ്രശ്നങ്ങൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്താൽ, അത് ഉയർത്തിയാൽ അപ്പുറത്തുള്ള വോട്ടുകൾ നഷ്ടപ്പെടില്ലേ എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം. പക്ഷേ ഈ ഒരു ആധി സ്ത്രീ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ CPM-ന് ഉണ്ടാകാറില്ല. ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ശക്തമായി ഉയർത്തുകയും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അപ്പോൾ സ്ത്രീ പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ പുരുഷന്മാരുടെ വോട്ടുകൾ നഷ്ടപ്പെടില്ലേ എന്നൊരു പ്രശ്നം CPM ഉയർത്തി നമ്മൾ കാണാറില്ല. ഇപ്പോൾ ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അത് CPM വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ പിന്നോക്ക ദലിത് വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സവർണ മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടില്ലേ എന്ന് ആദ്യം അവർ പങ്കുവെക്കാറില്ല. ആ ഒരു സമീപനം പക്ഷേ മുസ്ലിം പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അവർക്കുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള ഈ ഒരു ആധിയും ഭീതിയും പടർത്താനാണ് അവർ ശ്രമിക്കുന്നത്. സ്വന്തം നിലക്ക് മുസ്ലിം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ രൂപങ്ങളോടോ അവരുടെ സംഘടനാ സംവിധാനങ്ങളോടോ CPM എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങളിതൊന്നും പറയരുത്, നിങ്ങളിതെല്ലാം പറഞ്ഞാൽ അവന്മാർ സംഘടിക്കും, അവർ ശക്തിപ്പെടും. പക്ഷേ ഈ ഒരു ആധിയും ഭീതിയും ഈ ഒരു ഉപദേശവും മുസ്ലിം രാഷ്ട്രീയ ഭാവനകളോടും സംഘാടനങ്ങളോടും മാത്രമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്നൊരു ബൈനറി CPM സൃഷ്ടിക്കുന്നത്. മുസ്ലിം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ അപകടകരം എന്നൊരു മുഖവുരയോടുകൂടി മാത്രമേ അവർക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു സ്ത്രീ പ്രശ്നം അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്ത്രീ പീഡനവും പുരുഷ പീഡനവും ഒരേപോലെ അപകടകരമാണ് എന്ന മുഖവുര അവർ മുന്നോട്ട് വെക്കാറില്ല. ഒരു ദലിത് പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു പിന്നോക്ക സമൂഹങ്ങളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സവർണാധിപത്യവും അവർണാധിപത്യവും ഒരേപോലെ അപകടകരം എന്ന മുഖവുര അവർ മുന്നോട്ട് വെക്കാറില്ല. പക്ഷേ മുസ്ലിം ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഏതൊരു ആലോചനയുടെ സന്ദർഭത്തിലും ഈ ഒരു വ്യാജമായ ആധി എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പുരുഷന്മാരുടെ സ്ത്രീ പ്രശ്നത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്യുന്നത്? പുരുഷന്മാർ പിരിഞ്ഞു പോകുമോ, പുരുഷന്മാർ ഞങ്ങൾക്കെതിരാകുമോ എന്ന് ഭയക്കുകയല്ല, പുരുഷന്മാരെ കൂടി ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. ഈ നൈതിക രാഷ്ട്രീയത്തിൻ്റെ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ആ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഭാഗമാക്കി
പുരുഷന്മാർക്ക് കൂടി ആ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഏതൊരു പ്രസ്ഥാനവും ചെയ്യുന്നത്. പക്ഷേ മുസ്ലിം ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ഒരു രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ, സ്വന്തം അണികളുടെ കാര്യത്തിൽ പോലും ആ ഒരു രാഷ്ട്രീയവൽക്കരണ പ്രക്രിയയിലേക്ക് കടക്കാൻ CPM-ന് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്കണക്റ്റ് അത് മറികടക്കുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമല്ല. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആ ജനതയുമായിട്ട് എൻഗേജ് ചെയ്യുവാൻ, അവരുമായിട്ട് സീരിയസ് ആയിട്ട് എൻഗേജ് ചെയ്യുവാൻ CPM നേതൃത്വം സന്നദ്ധമാകണം. അവർ ഒരു തങ്ങളെപ്പോലെ വികാരങ്ങളുള്ള, ആശയ പദ്ധതികളുള്ള, തങ്ങളുടേതായ ജ്ഞാനമണ്ഡലമുള്ള, രാഷ്ട്രീയ ധിഷണയുള്ള ഒരു ജനതയാണെന്ന് മനസ്സിലാക്കണം. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഒരു ജനതയല്ല അവർ എന്ന ഒരു പ്രാഥമികമായ മനസ്സിലാക്കലെങ്കിലും ഇടതുപക്ഷ നേതൃത്വത്തിന് ഉണ്ടാവണം. അപ്പോൾ മാത്രമേ കൗമിലെ കുട്ടികളുമായി സംസാരിക്കുവാനുള്ളൊരു ഭാഷ അവർക്കുണ്ടാവുകയുള്ളൂ. CPM-ന് ആ ഭാഷയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം മുസ്ലിം ജനതയുമായി സംസാരിക്കാനുള്ള ഭാഷ തിരിച്ചു പിടിക്കുക, അല്ല അത് കണ്ടെത്തുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അതവർ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി.